അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ വീട്ടിൽ മീനും ചിക്കനും പച്ചക്കറികളും ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചാണ്. വെറും 2 കറികൾ മാത്രമേ നമ്മൾ ഇതിൽ തയ്യാറാക്കുന്നുള്ളൂ. പക്ഷേ അത് മാത്രം മതി ചോറ് കഴിക്കാൻ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ചോറ് നിങ്ങൾ സാധാരണ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ സാധാരണ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് അരിയെടുത്ത് നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു കുക്കറിൽ ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് കറിയില്ലേ, അതാണ് കേട്ടോ. ഇതിനകത്ത് ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. പയർ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. വെള്ളം കുറഞ്ഞു പോകാതിരുന്നാൽ മതി. ഇതിനകത്ത് ഒരു പച്ചമുളക്, ഒരു വറ്റൽമുളക്, 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഞാനിന്നിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നെയ്യ് ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ കറിക്ക് വേണ്ട ഉപ്പ് പിന്നെ നമുക്ക് ചേർക്കാം. ഇപ്പോൾ തൽക്കാലം ആ പയറിന് വേണ്ട മാത്രം ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആദ്യം തീ കൂട്ടിയിട്ട്, അതായത് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരണം. അത് കഴിഞ്ഞ് തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇടുമ്പോൾ പയർ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇന്ന് ഉള്ളിത്തോരൻ അല്ലെങ്കിൽ സവോള തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന് പകരം ചെറിയ ഉള്ളി എടുത്താലും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ സവോളയാണല്ലോ നമുക്ക് പൊളിച്ചെടുക്കാനൊക്കെ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 സവോള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സവോള നീളത്തിനല്ല, നല്ല ചെറുതായിട്ട് കൊത്തി അരിയുന്ന പോലെ ആണ് അരിഞ്ഞെടുക്കേണ്ടത്, ഈ രീതിയിൽ. ഇപ്പോൾ സവോള എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കണം. 4 സവോളയെ ഞാനിങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ്. പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് എണ്ണ വേണം, തീരെ കുറഞ്ഞു പോരുത്. സവോള ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടിയാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ചപ്പ് തോന്നും. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാദ്യം നല്ലതായിട്ട് വഴറ്റിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെക്കുമ്പോൾ സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സവോളയുടെ പച്ചപ്പ് തീരെ അറിയാൻ പറ്റത്തില്ല. വെറുതെ നമ്മൾ തീ കൂട്ടിയിട്ട് വഴറ്റി പൊടികളൊക്കെ ചേർത്തെടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ടേസ്റ്റ് വരത്തില്ല, ചെറുതായിട്ട് ആ ഒരു പച്ചപ്പ് പോലെ തോന്നും. അപ്പോൾ ആദ്യം നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഏറ്റവും ചെറിയ തീയിൽ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 1/2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ചെറിയ തീയിൽ വെള്ളം ഒന്നും ഒഴിക്കാതെ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് അത് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് വീണ്ടും ഇത് അടച്ചു വെക്കുവാണ്. അപ്പോൾ സവോള റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ ഞാനൊരു 2 പിടി തേങ്ങ ചേർക്കുവാണ്. 2 വലിയ പിടി തേങ്ങ. ഇപ്പോൾ തേങ്ങ ചേർത്തു. ഇനി ഇതിൽ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം. ചെറിയ ജീരകമാണ് നമ്മൾ സാധാരണ തോരന് ചേർക്കുന്ന ജീരകം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചു വെക്കാം. വെള്ളം ഒന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്ത് വെച്ചാൽ മതി.
അപ്പോൾ ഈ സമയം കൊണ്ട് സവോള വെന്തിട്ടുണ്ടാവും. കണ്ടോ, നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി തീ ജസ്റ്റ് ഒന്ന് കൂട്ടിയിടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൊരിഞ്ഞ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവോള ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികൾ നന്നായി മൂത്ത് കിട്ടണം. ഒട്ടും പച്ച ചുവ പാടില്ല കേട്ടോ. പ്രത്യേകിച്ച് സവോള ആയതുകൊണ്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ ആ പച്ചപ്പ് തോന്നും. നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികൾ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കണം. ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. ആ തേങ്ങയുടെ പച്ചപ്പ് ഒന്ന് മാറിയാൽ മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. ഇപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ കഴിക്കുമ്പം സവോളയാണെന്ന് അറിയാൻ പോലും പറ്റില്ല കേട്ടോ. ക്യാബേജ് ഒക്കെ കഴിക്കുന്ന അതുപോലെ ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ തോരൻ റെഡിയായി. ഇനി നമുക്ക് പരിപ്പും കൂടി ഉണ്ടാക്കാം. പയർ വെന്ത് അതിൻ്റെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റണം. അത്രയ്ക്ക് സോഫ്റ്റ് ആവണം. ഈ രീതിയിൽ തന്നെ വരണം, അല്ലെങ്കിൽ പയർ കല്ലിച്ച് കിടക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒട്ടും വെള്ളമില്ല. അപ്പോൾ നിങ്ങൾ തുറക്കുമ്പം കുറച്ച് വെള്ളം ഇതിനകത്ത് ബാക്കി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതും കൂടി ചേർത്ത് തന്നെ കറി ഉണ്ടാക്കാം. അപ്പോൾ അത് കളയരുത്. അപ്പോൾ ഈ പയർ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതുപോലെ സ്പൂൺ വെച്ച് നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ട് ആവശ്യത്തിന് അരപ്പൊക്കെ ചേർത്ത് കറി ഉണ്ടാക്കാം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ സാധാരണ അമ്മ എപ്പോഴും ഇത് നല്ലതായിട്ട് അരച്ചെടുത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് തുറന്ന് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ചൂട് മാറിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ പയറിൻ്റെ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ട്രിവാൻഡ്രം സൈഡിലൊക്കെ സദ്യയ്ക്ക്, ഓണസദ്യയ്ക്കും കല്യാണ സദ്യയ്ക്കും ഒക്കെ ഈ പരിപ്പ് കറി വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. ചോറും പരിപ്പും പപ്പടമാണ് വളരെ പ്രധാനം. അത് ഒഴിവാക്കാനേ പറ്റില്ല. അപ്പോൾ നിങ്ങളും ഈ ഓണസദ്യയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളിയാണ്. ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് നല്ല വെള്ളം ഒഴിക്കണേ. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഒഴിക്കണം. കാരണം ഇനി നമ്മളിത് തിളപ്പിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ. അപ്പോൾ നല്ല വെള്ളം തന്നെ എടുക്കണം. അപ്പോൾ അതെ, പയർ ഇവിടെ നല്ലതായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറി വെക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ ആ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഏകദേശം ഒരു 3 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയ ഉള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഈ പരിപ്പ് തന്നെ പല രീതിയിൽ തയ്യാറാക്കാം. ഒന്നുകിൽ തേങ്ങയും ജീരകവും മാത്രം അരച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മാത്രം അരയ്ക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തേങ്ങയും ജീരകവും 1 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഉള്ളിയും കൂടി ചേർത്തും ഉണ്ടാക്കാം. അപ്പോൾ ഈ 3 രീതിയിലും ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം തേങ്ങ, ഒരു ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകം, നമ്മൾ തോരന് ചേർക്കുന്ന ജീരകമാണ്. ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തരിയില്ലാതെ അരയ്ക്കണം. അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ പരിപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തൊന്നും സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ ആ പാത്രത്തിൽ ഈ അരപ്പും പരിപ്പ് അരച്ചതും ചേർത്തിട്ടേ ഉള്ളൂ. ഇത് രണ്ടും കൂടി നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓൺ ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒത്തിരി തീ കൂട്ടി വെക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ ഇത് തിളയ്ക്കാൻ പാടില്ല. ഇതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഒഴിക്കുന്നത് നല്ല വെള്ളമായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് തിളപ്പിക്കത്തില്ല, നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളം തന്നെ ഒഴിക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കുക. ഒരുപാട് ലൂസായി പോകരുത്. കുറച്ച് കുറുകിയിരിക്കുന്ന ഒരു കറിയാണിത്. അതെ, ഈ ഒരു പരുവത്തിൽ ആയിരിക്കണം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം.
അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ വെച്ച് ആ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ പരിപ്പ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ തേങ്ങയുടെ പച്ചപ്പ് ഉണ്ടാവത്തില്ല. ഇത് മതി. ഇനി നമുക്ക് താളിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി മൂപ്പിച്ച് ചേർക്കാം. പക്ഷേ ഞാനിത്രേ ചെയ്യാറുള്ളൂ. ഇത് റെഡിയാണ്. ഇത് നമുക്ക് പരിപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താളിച്ചത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ താളിച്ചത് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ചൂടാക്കുകയൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ. പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഓണത്തിന് ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ട് ഇഷ്ടമാവും. കുട്ടികൾക്കായാലും ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു കറിയാണിത്. ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ശരിക്കും ഈ പരിപ്പ് കറിയും പപ്പടവും മാത്രം മതി. വേറെ ഒരു കറി ഇല്ലെങ്കിലും കഴിക്കാം. അപ്പോൾ ഇനി പപ്പടവും കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഊണ് റെഡിയാണ്. ഇപ്പോൾ തോരൻ, പപ്പടം, പിന്നെ കുറച്ച് നാരങ്ങാച്ചാറുണ്ട് കേട്ടോ. പിന്നെ നല്ല അടിപൊളി പരിപ്പ് കറി. അപ്പോൾ ഊണ് റെഡി. എത്ര എളുപ്പമാണല്ലേ. നമ്മൾ വെറും 2 കറികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.